മോർണിംഗ് ആക്ടിവിറ്റിയിൽ ജിൻഡോയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സിജോനെയാണ് ഞാൻ ലൈവില് കണ്ടത്. വിന്നിംഗ് മൊമെന്റിൽ നമ്മൾ എന്ത് പറയണം എന്നതായിരുന്നു മോർണിംഗ് ടാസ്ക്. എന്ന് വെച്ചാൽ വിന്നറായിട്ട് നിൽക്കുമ്പോൾ ലാലേട്ടനോടും പിന്നെ പ്രേക്ഷകരോടും ഒക്കെ എന്ത് പറയും എന്നതായിരുന്നു ടാസ്ക്. പിന്നെ റണ്ണറപ്പ് ആരാവുമെന്ന് പറയണമായിരുന്നു. സിജോ ജിൻഡോയുടെ പേരാണ് റണ്ണറപ്പ് ആയിട്ട് പറയുന്നത്. ഇവിടെ തന്നെ ഞാൻ ഞെട്ടി. ജിൻഡോ ബ്രോ ഒരു ചീഞ്ഞ സാധനം എടുത്ത് ടേബിളിലോട്ട് വെക്കും, അതിനെക്കുറിച്ച് മറ്റുള്ളവര് മോശമായി സംസാരിക്കും. അപ്പോൾ ജിൻഡോ ബ്രോ എന്ത് ചെയ്യും? ആ ചീഞ്ഞ സാധനം എടുത്ത് മാറ്റിയിട്ട് അതിനെക്കുറിച്ച് വേറുള്ളവർ പറഞ്ഞത് ക്യാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത് വെച്ചിട്ട് അതൊരു വലിയ വിഷയമാക്കി മാറ്റും. തുടക്കം മുതൽ ജിൻഡോ ബ്രോ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയ ഒരാളാണ്. കള്ളം പറയാൻ പാടില്ല എന്നൊന്നും ബിഗ് ബോസിന്റെ നിയമാവലിയിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും കളിക്കാം. അത് ജിൻഡോ ബ്രോയുടെ മിടുക്കാണ്. പക്ഷെ ആ മിടുക്ക് എവിടെയൊക്കെ എന്റെ മുന്നിൽ പാളിപ്പോയത് കൊണ്ടാണ് ജിൻഡോ സെക്കൻഡ് ആയി പോയത്. സിജോയുടെ വാക്ചാതുര്യം, പിന്നെ ആ ഒരു വാക്കുകൾ കൊണ്ടുള്ള കളി, അതായത് വേർഡ് പ്ലേ, അതിന്റെ ഒരു മാരക വേർഷനാണ് ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കണ്ടത്. റണ്ണറപ്പ് ആയിട്ട് പറയുന്ന ആളെ പോസിറ്റീവായിട്ട് എല്ലാരും പറയണം എന്നായിരുന്നു ബിഗ് ബോസ് ഉദ്ദേശിച്ചത്. പക്ഷെ സിജോ ഇവിടെ റണ്ണറപ്പിനെതിരെയും ഒരു ഗെയിം കളിക്കുകയാണ് ചെയ്തത്. സിജോ അല്ലാതെ വേറെ ആരും ജിൻഡോയെ റണ്ണറപ്പ് ആയിട്ട് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ സിജോ ജിൻഡോയെ ഒരു എതിരാളിയായിട്ട് ഇപ്പോഴും കാണുന്നു എന്ന് വേണം കരുതാൻ. അപ്പൊ അതുകൊണ്ട് ജിൻഡോയുടെ പ്രേക്ഷക പിന്തുണയെ കുറിച്ച് സിജോയ്ക്ക് അറിയാമോ എന്നൊരു ഡൗട്ടും എനിക്കുണ്ട്. കാരണം പുറത്തുനിന്ന് വന്നതാണ്, നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് വെക്കാം. അതൊരു സൈഡിൽ നിൽക്കട്ടെ, നോക്കാം. എന്തായാലും ഇനി ദിവസങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. എന്തായാലും നമ്മൾ അറിയും. സിജോ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സിജോ അത് ആരോടെങ്കിലും പറയും. അപ്പൊ നമ്മളത് അറിയും. അപ്പോ സിജോ പോയപ്പോഴുള്ള ജിൻഡോ അല്ല ഇപ്പോഴുള്ള ജിൻഡോ. അതാണ് എനിക്ക് സിജോയോട് പറയാനുള്ളത്. ഒന്ന് കൊടുത്താല് 100 അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ഒരു ജിൻഡോയാണ് ഇപ്പൊ ഉള്ളത്. ജിൻഡോ ഇതെങ്ങനെ കൗണ്ടർ ചെയ്യുന്ന കാണാൻ എനിക്ക് നല്ല കൗതുകമുണ്ട് കേട്ടോ. കാരണം ഒരു 2-3 ആഴ്ചകൾക്ക് ശേഷം റസ്മിനും ജാസ്മിനും ഒന്നും അല്ലാതെ ഒരാളെ ജിൻഡോയ്ക്കെതിരെ സംസാരിക്കുന്നത് ഇപ്പോ സിജോയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.